എന്നാൽ പിന്നെ നമുക്കിനി ബാക്കി കുറച്ച് സ്കിൻ കെയർ മിക്സോടെ കണ്ടാലോ. ദ ഫിഫ്ത്ത് വൺ, ടോണർ ഈസ് എ മസ്റ്റ് ഹൗ പ്രോഡക്റ്റ്. സോ ക്ലെൻസറിന് ശേഷം ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ടോണർ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഹൗ പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയർ റുട്ടീനിൽ ആഡ് ചെയ്യുന്ന ബാക്കിയുള്ള പ്രൊഡക്ട്സ് പോലെ തന്നെ അത്ര അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ടോണർ. സോ എന്തിനു വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്തിരുന്നത് എന്ന് നോക്കാം. സോ ഒറിജിനലി ടോണർ യൂസ് ചെയ്തിരുന്നത് സോപ്പ് റെസിഡ്യൂസ് ഉണ്ടെങ്കിൽ അഥവാ അതിന്റെ എന്തെങ്കിലും റെമനൻസ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു pH ബാലൻസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ടോണർ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പല ക്ലെൻസേഴ്സിനും അതിന്റെ ആവശ്യമില്ല. ആൻഡ് സം ടോണേഴ്സ് ഹാവ് സം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് സച്ച് ആസ് AHA ആൻഡ് BHA. സച്ച് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ടോണേഴ്സ് എല്ലാം ബെനിഫിഷ്യൽ ആണ്. അല്ലാതെ ടോണർ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഹൗ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തായാലും യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ദ സിക്സ്ത് വൺ ഈസ്, സ്കിൻ കെയർ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് കുറെ അധികം പ്രൊഡക്ട്സ് ലെയറപ്പ് ചെയ്ത് അഥവാ 3-4 അതിലധികമോ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ആക്റ്റീവ് ഏജൻസ് ഉള്ള പ്രൊഡക്ട്സ് ലെയറപ്പ് ചെയ്യുന്നത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ പലരിലും ഉണ്ട്. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ സിമ്പിൾ ആൻഡ് മൈൽഡ് ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രൊഡക്ട്സ് നമ്മൾ ചൂസ് ചെയ്യുക. കുറെ അധികം പ്രൊഡക്ട്സ് വാരി വലിച്ച് ഉപയോഗിക്കുന്നത് സ്കിൻ ഇറിറ്റേഷന് കാരണമാകും, എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ. ആൻഡ് ഓൾസോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം പരസ്പരം ഇൻകോപ്പറേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം കൗണ്ടറാക്ട് ചെയ്യുന്നതായിരിക്കരുത്. കൗണ്ടറാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പരസ്പരം റിയാക്ട് ചെയ്ത് അൺനെസസറി ആയിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. അനാവശ്യമായിട്ട് വാരി വലിച്ച് എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സും ഒരുമിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക. ദ ലാസ്റ്റ് ആൻഡ് സെവൻത്ത് മിത്ത്, പലരിലുള്ള തെറ്റിദ്ധാരണയാണ്. എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് വിൽ ഗീവ് ഫാസ്റ്റർ റിസൾട്ട്. നമ്മൾ വിചാരിക്കും ആ പ്രൊഡക്റ്റ് നല്ല എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ ഹൈലി ക്വാളിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, സോ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടും എന്നുള്ളത്. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. അതിനി പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആയിക്കോട്ടെ ചീപ്പർ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അത് യൂസ് ചെയ്യുന്ന രീതി, അതിന്റെ കൺസിസ്റ്റൻസി, നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതി അഥവാ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് സ്കിൻ കെയറിന്റെ റിസൾട്ട് ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ വില മാത്രമല്ല, അതിലുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ അതിലുള്ള ആക്റ്റീവ് ഏജൻസ്, അതിന്റെ കോൺസെൻട്രേഷൻസ് ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ എക്സ്പെൻസീവ് പ്രോഡക്റ്റ് അത് എന്താണെങ്കിലും വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ചൂസിങ് കറക്റ്റ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആൻഡ് ദ കൺസിസ്റ്റൻസി, ഇത് രണ്ടുമാണ് ഒരു ഇഫക്റ്റീവ് റിസൾട്ട് തരാൻ കാരണമായിട്ടുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്. അല്ലാതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല.